ഹായ്, അങ്ങനെ നമ്മുടെ ഡൈനാമിക് അഡ്വാൻസിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും RPM ഒക്കെ നന്നായിട്ട് ഒരു ഐഡിയലായി. നേരത്തെ RPM ഇങ്ങനെ നമ്മൾ സ്ലോ സ്പീഡിലയക്കുന്ന സമയത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചെറിയൊരു വൈബ്രേഷൻ പോലെ ഉണ്ടായിരുന്നു. എഞ്ചിനാണെങ്കിലും വൈബ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ 750 താഴെ പോവുക, RPM 750 ഇല്ല, അതിന് തൊട്ട് താഴത്തേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഇപ്പം ഐഡിയലായിട്ട് 750 തന്നെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പിക്കപ്പ് നോക്കുവാണെങ്കിലും നമ്മുടെ സ്ലോ സ്പീഡിലുള്ള പിക്കപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. നല്ല വ്യത്യാസമുണ്ട് സ്ലോ സ്പീഡിലുള്ള. മറ്റേതാകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പമ്മിയിട്ടായിരുന്നു കയറുന്നത്. ഇതിപ്പോൾ ആ പമ്മലൊന്നും ഇല്ലാതെ പെട്ടെന്ന് കയറുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിങ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മളൊന്ന് നേരത്തെ ഫുൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ഗിയർ ഡൗൺ ആയിട്ടായിരുന്നു കയറുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഡൗൺ ആവുന്നൊരു സിറ്റുവേഷൻ ഇല്ല. ഡൗൺ ആവും നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ, എന്നാലും നമ്മൾ നേരത്തെ കൊടുത്തത്രയും കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഗിയർ ഡൗൺ ആവാതെ തന്നെ എടുത്തു പോകുന്നുണ്ട്. ടോപ്പ് സ്പീഡ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നണേ. കാരണം അതിലേക്ക് ടോപ്പ് സ്പീഡ് എത്താനായിട്ട് നമ്മൾ നേരത്തെ ഒരു 80 എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുമായിരുന്നു. കുറച്ച് മതിയായിരുന്നു. ഇപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും ഡൈനാമിക് അഡ്വാൻസർ വെച്ചതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ. ഇത് വെച്ച സമയത്ത് എനിക്ക് ഫുൾ ടൈം അവിടെ ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് നിൽക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് പോകേണ്ട വന്നതുകൊണ്ട് ഫുൾ ടൈം നമ്മൾ നിന്നില്ല. പിന്നെ മാക്സിമം നമ്മൾ അതിൻ്റെ ചോദിച്ച് മനസ്സിലാക്കി അവർ ഏതൊക്കെ സെൻസറിലേക്കാണ് എന്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീഡിയോ ഇടാണ്. അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. എന്നാലും ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാം ചെയ്യുന്നതാണെങ്കിലും അതെനിക്ക് അവർ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഡ്രൈവ് ചെയ്തോ, നിങ്ങളുടെ ഡ്രൈവ് സ്റ്റൈൽ അനുസരിച്ചാണ് നമ്മൾ ഇത് ട്യൂൺ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്തോളാം പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് സമയത്ത്. അങ്ങനെ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ നേരത്തെ നമ്മൾ CNGക്കകത്ത് ഒരൊറ്റ ട്യൂണിംഗ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. CNGയുടെ ECU നമ്മൾ ട്യൂൺ ചെയ്യുന്നത്, അത് മാറി ഇപ്പോൾ 2 ട്യൂണിങ്ങിൻ്റെ ഇത് വരുന്നുണ്ട്. ഇൻ്റർഫേസ് കേബിൾ 2 CNGയുടെ ഒരു ഇൻ്റർഫേസ് കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അഡ്വാൻസർ വെച്ച് ഡൈനാമിക് അഡ്വാൻസർ വെച്ചതിൻ്റെ ഒരു ഇൻ്റർഫേസ് കേബിളും കൂടെ വന്നിട്ടുണ്ട്. അപ്പം പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇവർ ഈ 2 ആപ്ലിക്കേഷൻ കൂടെ കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഒന്നിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. മാക്സിമം പവർ കിട്ടുന്ന രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു മാക്സിമം പവർ മൈലേജ് നമുക്ക് വേണം. കാരണം അങ്ങോട്ട് CNG സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ ഭയങ്കര പാടാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാക്സിമം പവറും മൈലേജും കൂടെ കൂട്ടിയിട്ട് ഉള്ളൊരു രീതിയിൽ ചെയ്ത് വെക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ വയറിങ്ങിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം ഈ സ്ലീവ് കാര്യങ്ങളെല്ലാം ബ്ലാക്കിലായതുകൊണ്ട് ഇൻസ്റ്റലേഷനും എല്ലാം ബ്ലാക്കിലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ള് അതിൻ്റെ കാണിച്ചു കഴിഞ്ഞാലും ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല, ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടത്തില്ല. നോർമൽ അഡ്വാൻസിൻ്റെ അകത്ത് 12 പിന്നായിട്ട് വരുന്നത്, അതുപോലെ ഡൈനാമിക് അഡ്വാൻസിൻ്റെ അകത്ത് 24 പിന്നും വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഡൈനാമിക് അഡ്വാൻസിന് നമ്മൾ ഈ CNG ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേ സമയത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നല്ല വയറിങ് കാര്യങ്ങളൊന്നും ഒത്തിരി കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം ഇതിൻ്റെ ഇപ്പോൾ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് എല്ലാ വയറിങ്ങിലും തന്നെ ഇവർ കട്ട് ചെയ്തിട്ട്, നമ്മളറിയാമല്ലോ ഇൻസ്റ്റലേഷൻ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ടില്ല എടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്തൊരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവരങ്ങനെ കണക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യമേ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് ഫസ്റ്റ് വയറിങ് കിറ്റ് എല്ലാം നന്നായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടാണ് ഇവർ കയറ്റി വെക്കുക. അപ്പോൾ അതിലൊരു എന്താ പറയുക, അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളം കയറുമോ അങ്ങനെയൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നപ്പോഴത്തേക്കും എല്ലായിടത്തും ഇങ്ങനെ ചെറിയ കട്ടിങ് എല്ലാം വന്നു. പിന്നെ ഇൻസുലേഷൻ്റെ കാര്യം അറിയാമല്ലോ, ചൂടടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പശയെല്ലാം പോകും. അങ്ങനെ എല്ലാം കൂടെ എല്ലായിടത്തും ഇപ്പോൾ പൊളിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ നോക്കാതിരിക്കുന്നത്. ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് പവർ വ്യത്യാസം എല്ലാം കൂടി നിന്നാണ്. ഒരു 5000 രൂപയും കൂടെ കൂടുതൽ, 5000 അല്ല ഒരു 6000 രൂപയും കൂടെ കൂടുതൽ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാലും അതിനുള്ള ഗുണമുണ്ട് ഈ സാധനം വെക്കുന്നതിന്. ഇതിൻ്റെ കണക്ഷൻസ് പോയേക്കുന്നത് ഫസ്റ്റ് ഇതിവിടെ ത്രോട്ടിൽ ബോഡി വരുന്നുണ്ട്. ഇപ്പം ത്രോട്ടിലിൻ്റെ ആ സെൻസറിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ സെൻസർ വരുന്നുണ്ട്. പ്രഷർ സെൻസറിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കണക്ഷൻ പോയേക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് സെൻസറിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും കണക്ഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ CNG ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൈനാമിക് അഡ്വാൻസർ കൂടെ ആ സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ഓർക്കണം. കാരണം ചെയ്ത് കഴിഞ്ഞാൽ വയറിങ് കാര്യങ്ങളൊന്നും രണ്ടാമത് വീണ്ടും കട്ട് ചെയ്യേണ്ടി വരില്ല. നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും.
ഇതിപ്പോൾ നോർമലി ഞാൻ സിറ്റിക്കകത്തൂടെ എല്ലാം കൂടെ ഓടിച്ചിട്ട് ഞാൻ ലോങ് പോകാനായിട്ട് എനിക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് ഓടിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് പറയുന്നത്. പിന്നെ ഹൈവേ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് CNGയുടെ മൈലേജ് എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോർമലി ഇവിടെ ഓടിച്ചിട്ട് എനിക്ക് തോന്നുന്നു മറ്റേതിൻ്റെ സെയിം ആയിട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെയിം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാവുന്ന ഓരോ കിലോമീറ്റർ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് എനിക്ക് പഴയതായിരുന്ന സമയത്ത് ഒരു 15 to 20 അതിനുള്ളിൽ ലൈറ്റ് ഓഫ് ആകുമായിരുന്നു. ആദ്യത്തെ ലൈറ്റ് അത് കുറച്ച് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ, ഇത് പ്രഷർ വെച്ചിട്ടാണ് ഇതിൻ്റെ മീറ്റർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ആ ലൈറ്റ് ഓഫ് ആകുന്നതായിരുന്നു. അപ്പോൾ ഇത്തവണ നോക്കി കഴിഞ്ഞപ്പോഴും സെയിം ഒരു 20 താഴെ തന്നെ അത് ഓഫായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എനിക്ക് തോന്നുന്നു മൈലേജ് എല്ലാം സെയിം ആയിട്ടായിരിക്കും കിട്ടുന്നത്, ഇല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഹൈവേ ഓടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാമേ. വീഡിയോസിലെല്ലാം പറയുന്നത് മാരുതിയുടെ വണ്ടിയിൽ ഡൈനാമിക് അഡ്വാൻസർ വെക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല, പവർ അറിയത്തില്ല എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഡൈനാമിക് അഡ്വാൻസർ വെച്ചതിന് ശേഷം എനിക്ക് പവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ എഞ്ചിൻ സ്മൂത്ത് ആയതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തിട്ട് താഴെ കഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ.